നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ബാങ്കാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നോക്കൂ, വീടിൻ്റെ ചിഹ്നം പോലെയല്ല അതിൻ്റെ ഐക്കൺ, അതിൻ്റെ നോക്കൂ ഐക്കൺ എങ്ങനെയാണ്. ഓക്കെ, ട്രേഡ് മാർക്ക് ഇതാണ്, അവരുടെ സിമ്പിൾ ഇതാണ്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്കിനെ കുറിച്ച് നമുക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ നമ്മൾ പഠിക്കുക. ഓക്കെ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് 1982-ലാണ്. അതായത് നമ്മളുടെ എക്സിം ബാങ്കും നബാർഡൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് 1988-ലാണ് തുടങ്ങിയത്. ഇത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 പാസ്സായതിപ്പോൾ അതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. ഓക്കെ, ദെൻ ദിസ് ഈസ് എ ഹോൺലി ഓൺഡ് ആൻഡ് സബ്സിഡറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്, RBIയുടെ കയ്യിലുള്ളതാണ് ഇത് പറയണത്, NHB എന്ന് പറയണത്. ഓക്കെ, ആക്ടിലൊക്കെ 87-ലൊക്കെ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. റിസർവ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻറ്റയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് ഫുൾ ക്യാപിറ്റൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി പറയുന്നത് എൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇതിൻ്റെ വിഷൻ എന്താണ്? പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് എക്സ്പാൻഷൻ വിത്ത് സ്റ്റെബിലിറ്റി ഇൻ ഹൗസിംഗ് ഫിനാൻസ് മാർക്കറ്റ്. ഹൗസിംഗ് ഫിനാൻസ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൊമോട്ടിംഗ് എക്സ്പാൻഷൻ വിത്ത് സ്റ്റെബിലിറ്റി ഇൻ ഹൗസിംഗ് മാർക്കറ്റ്. അതായത് വിഷൻ ഇങ്ങനെയാണ്. അപ്പം മിഷൻ എന്താ ചെയ്യുന്നത്? മിഷൻ എന്ന് പറയുന്നത് വിഷനിലേക്ക് എത്താനുള്ള മാർഗ്ഗമാണല്ലോ. അപ്പം മിഷൻ എന്ന് പറയുന്നത് ടു ഹാർനസ് ആൻഡ് പ്രൊമോട്ട് ദി മാർക്കറ്റ് പൊട്ടൻഷ്യൽ ടു സെർവ് ഹൗസിംഗ് നീഡ്സ് ഓഫ് all segment of population with a focus on low and moderate income housing. അതായത് എല്ലാവർക്കും വീടുന്ന സ്വപ്നത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ലോ ആൻഡ് ഇൻകം ഹൗസിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ടു പ്രൊമോട്ട് സൗണ്ട് ആൻഡ് ഹെൽത്തി വയബിൾ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം ടു കാറ്റർ ടു ഓൾ സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ടു ഇൻറ്റഗ്രേറ്റ് ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം വിത്ത് ഓവറോൾ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഈ ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൗസിംഗ് ഫിനാൻസാണ്. ലോക്കൽ ആൻഡ് റീജിയൻ ലെവലിലും എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേറ്റഡ് വേരിയസ് റീജിയൻസ് ആൻഡ് ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഹൗസിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കാണ് ഹൗസിംഗ് എന്താണ് പറയുന്നത്, ബാങ്കിൻ്റെ പേരാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഇതിൻ്റെ ഫങ്ഷൻസിന് നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ ഫങ്ഷൻസാണ് നമ്മൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു ഇൻറ്റഗ്രേറ്റ് ദി ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം വിത്ത് ഓവറോൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദി കൺട്രി, ടു പ്രൊവൈഡ് അഫോർഡബിൾ ഹൗസിംഗ് ക്രെഡിറ്റ്, ടു പ്രൊമോട്ട് സൗണ്ട് ആൻഡ് ഹെൽത്തി വയബിൾ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ഹൗസിംഗ് ഫിനാൻസ് സിസ്റ്റം, ടു കാറ്റർ ഓൾ ദ സെഗ്മെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ, ടു റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദി ആക്ടിവിറ്റീസ് ഓഫ് എ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, ടു പ്രൊമോട്ട് ഡെഡിക്കേറ്റഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേറ്റഡ് ടു സെർവ് ദി ഇൻകം ഗ്രൂപ്പ്.